This meditation is called Purna Shakti. Meditation is the art of growing in love, silence, and bliss and restful awareness. നിങ്ങളുടെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന ആ സൗന്ദര്യത്തെ കണ്ടെത്താൻ എന്നോടൊപ്പം ചേർന്നുകൂടെ? നിങ്ങളെ ആരാധിക്കുന്ന പോലെയാണ് നിങ്ങളോടൊപ്പം വർക്ക് ചെയ്യുന്നത്. നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെയാണ്. എൻ്റെ വാക്കുകളിലൂടെ എൻ്റെ ഹൃദയം നിങ്ങൾക്ക് തരാം. ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക. സ്വസ്ഥമായിരിക്കൂ. Sit in a comfortable position. പൂർണ്ണ ശക്തിയുടെ ആദ്യ പടി റിലാക്സ് ആകുവാൻ പഠിക്കുകയാണ്. റിലാക്സേഷന്റെ ടെക്നിക്കുകളിൽ ഒന്ന് 10 മുതൽ 1 വരെ എണ്ണലാണ്. ഞാൻ ഓരോ തവണയും എണ്ണുമ്പോൾ നിങ്ങൾ ശരീരത്തെ വളരെ വളരെ ആഴത്തിലുള്ള വിശ്രമത്തിൽ ആക്കുക. ഞാൻ ഓരോ തവണയും എണ്ണുമ്പോൾ നിങ്ങൾ ശരീരത്തെ വളരെ വളരെ ആഴത്തിലുള്ള വിശ്രമ അവസ്ഥയിൽ ആക്കുവാൻ ശ്രമിക്കുക. Let your body get tuned to these suggestions. നിങ്ങളുടെ ശരീരം ആഴത്തിൽ റിലാക്സ് ആവട്ടെ. 9 ഇനിയും കൂടുതൽ വിശ്രമിക്കട്ടെ നിങ്ങളുടെ ശരീരം. 8 പിന്നെയും കൂടുതൽ ശരീരം വിശ്രമാവസ്ഥയിലാവട്ടെ. 7 നിങ്ങളുടെ ശരീരം മൊത്തം വിശ്രമാവസ്ഥയിലാവുന്നു. 6 5 4 3 2 1 നിങ്ങളുടെ ശരീരം ആകെ വളരെ വലിയൊരു വിശ്രമാവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. വളരെയധികം വിശ്രമാവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. Very deeply relaxed in the world of relaxation. നിങ്ങളുടെ മൊത്തം ശരീരം, നിങ്ങളുടെ വലത് കൈ, നിങ്ങളുടെ ഇടത് കൈ, വലത് കാൽ, നിങ്ങളുടെ ഇടത് കാൽ, നെഞ്ച്, വയറ്, നിങ്ങളുടെ മൊത്തം പുറം ഭാഗം, കഴുത്ത്, നിങ്ങളുടെ തലയുടെ മുഴുവൻ ഭാഗവും, ഇവയൊക്കെ വളരെ വിശ്രമാവസ്ഥയിലായിരിക്കുന്നു. Let it be very, very relaxed. Just dive into the world of relaxation. Just leap into the world of deep relaxation. നിങ്ങൾക്ക് വിശ്രമാവസ്ഥയിലാകുവാൻ ഒരു പ്രയത്നത്തിൻ്റെയും ആവശ്യം വേണ്ടി വരുന്നില്ല. Just the intention to get into this world, into this beauty and benediction of relaxation. ശാന്തി. നിങ്ങളുടെ വിശ്രമാവസ്ഥയെ കൂടുതൽ ശക്തമാക്കുക. കൂടുതൽ വിശ്രമിക്കുന്ന അവസ്ഥയിൽ
നിങ്ങൾ വളരെ ശാന്തിയുള്ള ഒരു ലോകത്തിലെത്തുന്നു. The more you relaxed, the more you experience the poetry of silence. കൂടുതൽ വിശ്രമിക്കുന്ന അവസ്ഥയിൽ സന്തോഷത്തിന്റെ ആനന്ദ നടനം അനുഭവിക്കുന്നു. വളരെ വിശ്രമാവസ്ഥ അനുഭവിക്കുന്നു. നിങ്ങളുടെ ശരീരം മൊത്തം വളരെ സ്നേഹത്തോടെ നിങ്ങളുടെ രണ്ട് പുരികങ്ങളുടെയും ഇടയിലുള്ള ആ സ്ഥലത്തേക്ക് ശ്രദ്ധ കൊടുക്കുന്നു. ഈ സെന്ററാണ് യോഗയിൽ ആഗ്നേയ ചക്രം എന്ന് വിളിക്കുന്നത്. രണ്ട് പുരികങ്ങളുടെയും ഇടയിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. The eye of intuition. വളരെ ആഴത്തിലുള്ള സ്നേഹത്തോടെ, ഡീപ് സെൻസ് ഓഫ് ലവ്, രണ്ട് പുരികങ്ങളുടെയും ഇടയിലുള്ള ഈ സ്ഥലത്തേക്ക് നിങ്ങളുടെ മൊത്തം ശ്രദ്ധയും കൊടുക്കുക. തന്ത്ര പറയുന്നത് ഇവിടേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുമ്പോൾ മൂന്നാമത്തെ കണ്ണ് തുറക്കപ്പെടും എന്നാണ്. The eye of intuition gets opened up. സ്നേഹത്തോടെ, ബോധത്തോടെ മനസ്സിലാക്കുക. ചില സെൻസേഷൻസ് നിങ്ങൾ അനുഭവിച്ചേക്കാം, അല്ലെങ്കിൽ അനുഭവിക്കില്ലായിരിക്കാം. സാരമില്ല, ഇറ്റ് ഡസന്റ് മാറ്റർ. ഒന്നും പ്രതീക്ഷിക്കേണ്ട. സ്നേഹത്തോടെ ഈ സെന്ററിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊടുക്കുക. ഇൻ ബിറ്റ്വീൻ യുവർ ഐബ്രോസ്. It is not concentration, it is attention. Now, സാവധാനം മൈക്രോയിൽ നിന്നും മാക്രോയിലേക്ക് സെന്ററിനെ ഷിഫ്റ്റ് ചെയ്യുക. അതായത് നിങ്ങളുടെ ശ്രദ്ധ ഈ സെന്ററിൽ നിന്നും ഇൻ ബിറ്റ്വീൻ യുവർ ഐസ് ഇൻഫിനിറ്റ് കോൺഷ്യസ്നെസ്സിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. അതായത് അനന്തമായ സുബോധത്തിലേക്ക് കൊണ്ടുവരിക, അതിരില്ലാത്ത പ്രജ്ഞയിലേക്ക് കൊണ്ടുവരിക. ഷിഫ്റ്റ് യുവർ അറ്റൻഷൻ ടു ഇൻഫിനിറ്റ് കോൺഷ്യസ്നെസ്. ഇൻഫിനിറ്റ് കോൺഷ്യസ്നെസ്. ഇവിടെയാണ് നിങ്ങളുടെ ശരീരം നിലകൊള്ളുന്നത്, നിങ്ങളുടെ മനസ്സ് നിലകൊള്ളുന്നത്. അതിരില്ലാത്ത പ്രജ്ഞ, ഇൻഫിനിറ്റ് കോൺഷ്യസ്നെസ് ആണ് മാക്രോകോസം. അതുകൊണ്ട് ഇൻഫിനിറ്റ് കോൺഷ്യസ്നെസ്സിൽ നിന്നും നിങ്ങളുടെ ശ്രദ്ധയെ ആഗ്നേയ ചക്രത്തിൽ നിന്നും മാക്രോകോസത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. ഈ അനന്തമായ സുബോധം, ഇൻഫിനിറ്റ് കോൺഷ്യസ്നെസ് ആണ് തീർച്ചയായും ഞാനാണ്. അഹം ബ്രഹ്മാസ്മി. It is the statement of Veda. I am infinite consciousness. ഇത് നിങ്ങളുടെ ചിന്തകൾക്ക് അപ്പുറമാണ്, ശരീരങ്ങൾക്കും അപ്പുറമാണ്, മനസ്സുകൾക്കും അപ്പുറമാണ്. The infinite consciousness. പരിധികളില്ലാത്ത സ്പേസ്. Just be centered in this center of infinite consciousness. ശീലങ്ങളുടെ ശക്തി കൊണ്ട് നിങ്ങളുടെ സെന്റർ ശരീരത്തിലേക്കും മനസ്സിലേക്കും തിരിച്ചു വന്നേക്കാം.
എന്നാൽ വളരെ സ്നേഹത്തോടെ അനന്തമായ ഈ സുബോധത്തെ ഷിഫ്റ്റ് ചെയ്യുക. ശക്തിയോടെയല്ല, വളരെ സ്നേഹത്തോടെ. നമ്മൾ ഈ സെന്ററിനെ കുറിച്ച് മറന്നുപോയിരിക്കുന്നു. We have forgotten this center. അതുകൊണ്ട് തന്നെ ഈ അത്യാനന്ദത്തിന്റെ ഭാഷ, the language of ecstasy-യെ മറന്നുപോയിരിക്കുന്നു. ഈ അത്യാനന്ദം പരിധിയില്ലാത്ത സ്വാതന്ത്ര്യത്തിൽ നിന്നാണ് ഉടലെടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ അനന്തമായ ആ സുബോധത്തിന് രൂപം കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾ അനന്തമായ ആ സുബോധത്തിന് രൂപം കൊടുക്കുക, സ്വരൂപം കൊടുക്കുക. Form the infinite consciousness. Now imagine. ഇപ്പോൾ സങ്കൽപ്പിക്കുക, ഊർജത്തിന്റെ സ്നേഹ കിരണങ്ങൾ നിങ്ങളുടെ ആഗ്നേയ ചക്രത്തിലേക്ക് വർഷിക്കപ്പെടുന്നു. ഈ കിരണങ്ങൾ ആഗ്നേയ ചക്രത്തിലേക്ക് പ്രവഹിക്കുന്നു. കാണുക ഈ ചിത്രം. ഊർജത്തിന്റെ സ്നേഹ കിരണങ്ങൾ എല്ലാ ദിശയിൽ നിന്നും നിങ്ങളുടെ ആഗ്നേയ ചക്രത്തിലേക്ക് വർഷിക്കപ്പെടുന്നു. സങ്കൽപ്പിക്കുക ഈ ചിത്രം. Just feel it. തോന്നുക. തന്ത്രയിൽ ആഗ്നേയ ചക്രത്തിനെ പ്രയോഗക്ഷമമാക്കുവാൻ ഉപയോഗിക്കുന്ന ടെക്നിക് ആണിത്. നിങ്ങളുടെ ആഗ്നേയ ചക്രത്തെ ഒരു സ്പോഞ്ച് പോലെയാക്കൂ. ഒരു സ്പോഞ്ച് പോലെയാവട്ടെ നിങ്ങളുടെ ആഗ്നേയ ചക്രം. വെള്ളം വർഷിക്കപ്പെടുമ്പോൾ ആ നിമിഷം ആഗീരണം ചെയ്യുന്ന പോലെ, പെട്ടെന്ന് വലിച്ചെടുക്കുന്നത് പോലെ, ശരീരത്തിന്റെ ഊർജത്തിന്റെ അമൃത് ആഗ്നേയ ചക്രത്തിലേക്ക് വർഷിക്കപ്പെടും പോലെ ഇത് സങ്കല്പിക്കുക. വിഷ്വലൈസ് ദിസ്. യോഗയിൽ സങ്കല്പത്തിന് വികൽപ എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ സെന്റർ ഊർജിതമായിരിക്കുന്നു. ഇനി വിഷ്വലൈസ് ചെയ്യുന്നത് നിർത്തുക. ഈ ഊർജിതമായിരിക്കുന്ന ആഗ്നേയ ചക്രത്തിന്റെ സെന്ററിൽ ഞാൻ ഇനി പറയുന്ന വാക്കുകൾ, അഫർമേഷൻസ് കൊടുക്കുക. ഈ അഫർമേഷൻസ്, ഈ വാക്കുകൾ വളരെ ശക്തിയുള്ളവയാണ്. കാരണം നിങ്ങളുടെ ആഗ്നേയ ചക്രം വളരെ ആക്റ്റീവായിരിക്കുന്നു. ഈ വാക്കുകൾ കേൾക്കുക. ഏത് അഫർമേഷൻസും നിങ്ങളുടെ ബ്രെയിനിന്റെ ലെഫ്റ്റ് സൈഡിനെ ആക്റ്റീവ് ആക്കുന്നു. ഈ വാക്കുകൾ കേൾക്കുക. Just listen to these words. Day by day, in every way, I am more and more healthy, wealthy, blissful, and enlightened. Day by day, in every way, I am more and more healthy, wealthy, blissful, and enlightened. ഓരോ ദിവസവും ഞാൻ എല്ലാ രീതിയിലും കൂടുതൽ കൂടുതൽ ആരോഗ്യവാനും ധനവാനും സന്തോഷവാനും എൻലൈറ്റൻഡുമാണ്. ഈ പറഞ്ഞ സത്യവാചകങ്ങൾ, അഫർമേഷൻസ് നിങ്ങൾ ആഗ്നേയ ചക്രത്തിലേക്ക് നൽകുക.
ഈ പറഞ്ഞ സത്യവാചകങ്ങൾ നിങ്ങൾ ആഗ്നേയ ചക്രത്തിലേക്ക് നൽകുക. ഇനി ആഫർമേഷൻസ് നിർത്തുക. ഇപ്പോൾ ഈ സത്യവാചകങ്ങൾ കൊണ്ട് നിങ്ങളുടെ ലെഫ്റ്റ് ബ്രെയിൻ ആക്റ്റീവ് ആയിരിക്കുന്നു. ഇപ്പോൾ മുതൽ നിങ്ങളുടെ ഇന്നർ ഇന്റലിജൻസ്, ആധ്യാത്മികമായ ആ ബുദ്ധി വൈഭവം ഇതിനു വേണ്ടി പ്രവർത്തിക്കുവാൻ തുടങ്ങും. Your inner intelligence will slowly start working towards this holistic goal of being healthy, wealthy, blissful and enlightened. ഇപ്പോൾ യോഗയിലെ രണ്ടാമത്തെ ടെക്നിക് വികൽപ, ഇമാജിനേഷൻ സങ്കല്പിക്കുക. നിങ്ങൾക്ക് എന്താണാവോ ആകുവാൻ ആഗ്രഹിക്കുന്നത് അത് ഈ ആഗ്നേയ ചക്രത്തിൽ സാധ്യമാവുന്ന രീതിയിൽ വ്യക്തമായിട്ട് ഒരു ചിത്രം പോലെ സങ്കല്പിക്കുക. ജസ്റ്റ് ഇമാജിൻ. നിങ്ങൾക്ക് എന്താണാവോ ആകുവാൻ ആഗ്രഹിക്കുന്നത് അത് ഈ ആഗ്നേയ ചക്രത്തിൽ സാധ്യമാവുന്ന രീതിയിൽ വ്യക്തമായിട്ട് ഒരു ചിത്രം പോലെ സങ്കല്പിക്കുക. കാണുക. ആഗ്നേയ ചക്രത്തിൽ ഇത് നിങ്ങളുടെ റൈറ്റ് ബ്രെയിനെ ഊർജിതമാക്കും. ഇത് നിങ്ങളുടെ വലത് ബ്രെയിനെ ഊർജിതമാക്കും. ലെഫ്റ്റ് ബ്രെയിനിൻ്റെയും റൈറ്റ് ബ്രെയിനിൻ്റെയും ക്രിയാത്മകമായ സംയോജന സൃഷ്ടിയിൽ വളരെ വ്യക്തമായിട്ട് എന്താകുവാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് കാണുക. ഒരു ചിത്രം പോലെ. റൈറ്റ് ബ്രെയിനിൻ്റെയും ലെഫ്റ്റ് ബ്രെയിനിൻ്റെയും ക്രിയാത്മകമായ സംയോജന സൃഷ്ടിയിൽ വളരെ വ്യക്തമായിട്ട് എന്താകുവാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് കാണുക. ഒരു ചിത്രം പോലെ. ഇനി ഈ സങ്കല്പിക്കൽ നിർത്തുക. നിങ്ങളുടെ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി അഫർമേഷനിലൂടെയും വിഷ്വലൈസേഷനിലൂടെയും നിങ്ങളുടെ ആഗ്നേയ ചക്രത്തെ പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങളുടെ ശരീരം നിലനിൽക്കുന്ന, മനസ്സ് നിലനിൽക്കുന്ന ആ ഇൻഫിനിറ്റ് കോൺഷ്യസ്നസ്സിലേക്ക് ലയിക്കുക. ഇപ്പോൾ നിങ്ങളുടെ ശരീരം നിലനിൽക്കുന്ന, മനസ്സ് നിലനിൽക്കുന്ന ആ ഇൻഫിനിറ്റ് കോൺഷ്യസ്നസ്സിലേക്ക് ലയിക്കുക. ആ അപരിമേയമായ പ്രജ്ഞയിലേക്ക് ലയിക്കുക. നിങ്ങൾ ഇൻഫിനിറ്റ് കോൺഷ്യസ്നസ് ആണ്. നിങ്ങൾ ഇൻഫിനിറ്റ് കോൺഷ്യസ്നസ് ആണ്. മാക്രോകോസമാണ്. ആ അനന്തമായ സുബോധത്തിൽ ആവുക. Just be the infinite consciousness. ഒരു ഭാഷയുമില്ലാതെ, ഒരു വാക്കുകളുമില്ലാതെ, ഒന്നും സങ്കൽപ്പിക്കാതെ just be the infinite consciousness. അത് ചിന്തകളിൽ നിന്നും
വികാരങ്ങളിൽ നിന്നും ആശയങ്ങളിൽ നിന്നും സ്വതന്ത്രമാണ്. Infinite consciousness is free from thoughts, free from feelings, free from concepts, pure easiness. ഇപ്പോൾ സൗമ്യതയോടെ, ബോധത്തോടെ കണ്ണുകൾ തിരുമി സാവധാനം ബോധത്തോടെ കണ്ണുകൾ തുറക്കുക. ഒപ്പം അനുഭവിക്കുക അത്യാനന്ദം എന്ന ആ അവസ്ഥ. സ്റ്റേറ്റ് ഓഫ് ബ്ലിസ്, സ്റ്റേറ്റ് ഓഫ് പീസ്, സ്റ്റേറ്റ് ഓഫ് ഇന്നർ ജോയ്.